എന്തിനാ അമ്മ ഇവരോട് ഇതൊക്കെ പറയുന്നേ? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെ ശവം കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ ഇവര്. സ്വന്തം മകളെ കാണാതൊരമ്മ മനസ്സ് തകർന്ന് ഭ്രാന്താശുപത്രിയില്ല. ആ അമ്മ മകളെ കാണാനുള്ള വെപ്രാളത്തോടു കൂടി പിന്നീട് സാറിന്റെ വീട്ടിലും വന്നിരുന്നു. പെറ്റ വയറിന്റെ വേദനയാ സാറത്. ഇനിയും സാറൊരു തീരുമാനം എടുത്തില്ലെങ്കിൽ എല്ലാം തകരും. പക്ഷെ അർച്ചനയ്ക്ക് ഓർമ്മ തിരിച്ചു കിട്ടാതെ എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിനുവേണ്ടി സാർ എന്താ ചെയ്തേ? ഒന്നും ചെയ്തില്ല, അതല്ലേ സത്യം. കോടതി മുറിയില് സാറ് നാണം കെടുന്നത് എനിക്ക് സഹിക്കില്ല. സാറിനെതിരെ എനിക്ക് വാദിക്കേണ്ടി വരും. ചിലപ്പോ വേദന ഉണ്ടാക്കുന്ന ചോദ്യങ്ങൾ ചോദിക്കേണ്ടി വരും. പലതിനും സാറിന് മറുപടി ഉണ്ടാവില്ല. അർച്ചന തന്റെ ഭാര്യയാണെന്ന് തെളിയിക്കാനുള്ള എല്ലാ തെളിവുകളും സച്ചിയുടെ പക്കലുണ്ട്. ഒരു കോടതിക്ക് അതൊന്നും തള്ളിക്കളയാൻ പറ്റില്ല സർ. എന്നെങ്കിലും സാറിനൊരു ഗുരുദക്ഷിണ തരണമെന്ന് എനിക്ക് വലിയ ആഗ്രഹമായിരുന്നു. പക്ഷേ അതിങ്ങനെയായി പോയതില് എനിക്ക് ദുഃഖമുണ്ട്. എനിക്കൊരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല ഇപ്പോഴും. അത് സാറിന്റെ ഉള്ളിലെ സ്വാർത്ഥത കൊണ്ടാണെന്ന് ഞാൻ പറയും. നഷ്ടപ്പെട്ട ആൾക്ക് തന്റെ മുതൽ തിരിച്ചു കിട്ടാനുള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ അത് സ്വന്തം എന്ന് കരുതി കയ്യിൽ വെച്ചുകൊണ്ടിരിക്കുന്ന ആൾക്ക് സ്വന്തം സ്വാർത്ഥതയ്ക്കപ്പുറം മറ്റെന്താ സാർ പറയാനുള്ളത്? ഇത് കോടതിയിലെത്താതെ സാർ ഒരു തീരുമാനം എടുക്കണം. ഇതെന്റെ അപേക്ഷയാ. ഹലോ, ആരാ? ഗൗരിമോളുടെ അമ്മയല്ലേ? അതെ, ആരാ വിളിക്കുന്നേ? ഞാൻ ഗൗരിമോളുടെ സ്കൂളിലെ ടീച്ചറാ. എന്താ ടീച്ചർ? ഗൗരിമോളെ സ്കൂളിലൊന്ന് മയങ്ങി വീണു, ആശുപത്രിയിൽ കൊണ്ടുപോയിരിക്കുക. അയ്യോ, എന്റെ മോക്ക് എന്താ പറ്റേ? ഏത് ആശുപത്രിയിലാ? ടൗണിലുള്ള ലക്ഷ്മി ഹോസ്പിറ്റലിലാ. വേഗം ഹസ്ബൻഡിനെ കൂട്ടി ചെല്ലൂ. ഈശ്വരാ, എന്റെ മോള്. ഹലോ ഗൂഗിൾ. സിസ്റ്റർ, ഗൗരി ഒരു കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? അങ്ങോട്ട് ചെന്നാ മതി. സിസ്റ്റർ, ഇവിടെ സ്കൂൾ യൂണിഫോമിൽ കുട്ടിയെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടോ? ദേ അവിടെയാ. വാ. മോളെ, ഡോക്ടർ, മോക്ക് എന്താ പറ്റിയേ? ഡോക്ടർ, എന്റെ മോക്ക് എന്താ പ്രശ്നം? ഇത്രയ്ക്ക് ടെൻഷൻ അടിക്കാനൊന്നുമില്ല. ചിലപ്പോ ഡീഹൈഡ്രേഷൻ കൊണ്ടാവാം, അല്ലെങ്കിൽ കൂടുതൽ വെയിൽ കൊണ്ടാലും ഇങ്ങനെ സംഭവിക്കാം. എന്തായാലും ബ്ലഡ് ടെസ്റ്റ് ചെയ്തതിന്റെ റിസൾട്ട് വരട്ടെ. വേറെ എന്തെങ്കിലും? ഇപ്പൊ പ്രത്യേകിച്ചൊന്നും ഉണ്ടെന്ന് തോന്നുന്നില്ല. മോൾ ഉണർന്നാൽ ഉടൻ തന്നെ വീട്ടിൽ പോവാം. ഡോക്ടർ, ഇടയ്ക്കൊരു ദിവസം മോക്ക് നല്ലതുപോലെ ചുമ വന്നിരുന്നു. അതൊക്കെ സാധാരണ എല്ലാ കുട്ടികൾക്കും വരുന്നതാ. ഇതിൽ പേടിക്കാനൊന്നുമില്ല. കുറച്ചു നേരം റെസ്റ്റ് എടുത്തിട്ട് വീട്ടിൽ പോവാം. ഒരാഴ്ചത്തേക്കുള്ള മെഡിസിൻ ഞാൻ എഴുതിയിട്ടുണ്ട്. അത് കഴിഞ്ഞ് എന്നെ വന്നൊന്ന് കാണണം. ഓക്കെ, ശരി.
പോലീസിലൊക്കെ നിങ്ങക്ക് വലിയ പിടിപാടാണല്ലേ? ഹ്. വന്നിരുന്നു ആ CI രാജീവും കുറച്ചു പോലീസുകാരും. എന്റെ വീട് മുഴുവൻ അരിച്ചു പെറുക്കി പരിശോധിക്കുകയും ചെയ്തു. എന്താ അമ്മായി ആ രാജീവിന് നിങ്ങളോട് ഇത്ര താല്പര്യം? രാജീവാണോ നിങ്ങളെ ഇങ്ങോട്ടേക്ക് പറഞ്ഞയച്ചത്? അയാൾ തന്നെ ആയിരിക്കും ഏട്ടത്തി. ഇല്ലെങ്കിൽ പിന്നെ ഇത്രയ്ക്ക് വെപ്രാളപ്പെട്ട് ഇവരെ തേടി അയാൾ വരില്ലല്ലോ. ഇനിയെങ്കിലും നിങ്ങൾ രണ്ടുപേരും വാ തുറന്ന് സത്യം പറഞ്ഞ ജീവനെങ്കിലും ഞാൻ തിരിച്ചു തരും. ഇനി പറ, ആരാ ഈ സുഗതൻ മേനോൻ? എന്റെ പൊന്നു മോളെ, ഞങ്ങൾക്കിതൊന്നും അറിഞ്ഞൂടാ. ഈ പറയുന്ന ആൾക്കാരുമായിട്ട് ഞങ്ങൾക്ക് ഒരു ബന്ധവുമില്ല. നിങ്ങൾ ഞങ്ങൾ ഇവിടെ ഇട്ട് കൊന്നാലും ഇതിനപ്പുറം ഒരു ഉത്തരം ഞങ്ങൾക്ക് പറയാനില്ല. എങ്കിൽ പിന്നെ കേസ് തീരുന്നവരെ രണ്ടെണ്ണോ ഇവിടെ തന്നെ കിടക്കേണ്ടി വരും, അല്ലേ മാഡം? എന്താ സംശയം? സത്യം പറയാതെ രണ്ടെണ്ണത്തിനെയും ഇനി പുറം ലോകം കാണിക്കുന്ന പ്രശ്നമില്ല. ഈ കേസിന്റെ മാമാങ്കം കഴിയുന്നത് വരെ രണ്ടെണ്ണവും ഇരുട്ടറയിൽ തന്നെ കഴിയും. ഇവിടെ നിന്നെങ്ങാനും രക്ഷപ്പെടാൻ ശ്രമിച്ചാ തീർത്ത് കളഞ്ഞേക്ക് രണ്ടിനെ. അവസാനമായിട്ട് ഒരു ചാൻസ് കൂടി ഞാൻ നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് വയസ്സായി, ജീവിതവും അവസാനിക്കാൻ പോവാ. അതുപോലെ അല്ല ഇവള്. ഈ പ്രായത്തിൽ നിങ്ങളുടെ കൺമുന്നിൽ വെച്ച് ഇവളെ തീർക്കണ്ടെങ്കിൽ മര്യാദയ്ക്ക് സത്യം പറഞ്ഞോ. ഈ സുഗതൻ മേനോനും അമ്മാവനും തമ്മിലുള്ള ബന്ധം എന്താ? എനിക്കൊന്നും അറിയില്ല മോളെ. നിന്റെ അമ്മാവൻ ജീവിച്ചിരുന്നപ്പോ പോലും ഇങ്ങനെ ഒരാളെ ഞാൻ കണ്ടിട്ടില്ല. എന്തിനാ അമ്മ ഇവരോട് ഇതൊക്കെ പറയുന്നേ? കൊല്ലുന്നെങ്കിൽ കൊല്ലട്ടെ, എന്നിട്ട് നമ്മുടെ രണ്ടുപേരുടെ ശവം കൊണ്ടുപോയി പുഴുങ്ങി തിന്നട്ടെ ഇവര്.